തയ്യൽ ക്ഷേത്രത്തിൽ ഉത്സവത്തിൻ്റെ ആദ്യ ദിനാണ്ടെന്ന്. അപ്പം ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ അവിടെ കയറി തൊഴുത് പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്രസാദോട്ട് നടക്കുന്നുണ്ടായിരുന്നു. അവിടെ പോയി പ്രസാദോട്ടിൽ പങ്കെടുത്തു. അത് കഴിഞ്ഞിട്ട് നാഗക്കളം തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് നാഗക്കളം കാണാനിരിക്കുകയാണ് ഞാൻ. എനിക്ക് നാഗക്കളം നിൽക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്രേസുള്ള ആളാണ്. ഭയങ്കര പോസിറ്റിവിറ്റി ആണല്ലേ അമ്പലത്തിൽ നിൽക്കുക എന്നൊക്കെ പറയണത്. അവിടുത്തെ പൂജ അതുപോലെ കളം പാട്ടൊക്കെ ഭയങ്കര പോസിറ്റിവിറ്റിയാണ്. അതുപോലെ പുതിയ തലമുറയ്ക്ക് നമ്മുടെ സംസ്കാരവും പാരമ്പര്യമൊക്കെ പരിചയപ്പെടുത്താനുള്ള ഒരു അവസരം കൂടിയാണല്ലേ ഇത്തരം ഉത്സവങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ കലാരൂപങ്ങളും ഉത്സവങ്ങളൊക്കെ നമ്മുടെ പൈതൃകത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അത് സംരക്ഷിക്കേണ്ടതും നമ്മുടെ എല്ലാം കടമയും കൂടിയാണ്. അപ്പോൾ നാഗദൈവങ്ങളെ നൃത്തത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ കളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ അച്ഛനും അമ്മനെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ വീട്ടിലേക്കാണ് നേരെ പോയത്. അപ്പോൾ അവിടെ ഞങ്ങളെ കാത്തിട്ട് 2 പേര് നിൽക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ലക്കിയും ചാർലിയും. ലക്കിക്ക് ലച്ചുവിൻ്റെ വയസ്സുണ്ട്, 8 വയസ്സുണ്ട്. ചാർലിക്ക് 4 വയസ്സുള്ളൂ. അവനെ ഞാൻ മേടിച്ചാണ്. ലക്കിനെ ഞങ്ങൾക്ക് കിട്ടിയതാണ് ലച്ചു ജനിച്ചിരിക്കുന്ന സമയത്ത്. ഞാൻ എടുക്കാണ്ടുള്ള പരാക്രമമാണ് അവനെ കാണിച്ചു കൂട്ടണത് കേട്ടോ. പക്ഷെ ഞാൻ സെറ്റ് സാരിയിലൊക്കെ ആയിരുന്നു. അതുപോലെ എനിക്ക് നല്ല കൈവേദനയായിട്ട് ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അച്ഛൻ അവളുടെ ഇഷ്ടപ്പെട്ട പലഹാരം കൊണ്ട് കൊടുത്തപ്പോഴുള്ള സന്തോഷമാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മയും അച്ഛനും, ഇതാണ് എൻ്റെ വീട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.